بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുضില്ല ലഹു ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. മാന്യ സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക, പാടുപെടുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്ന കാലയളവിൽ ആ ഭൂമിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് സഹായിക്കട്ടെ. വിഷയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വർഷം തോറും ഉണർത്താറുള്ളത് പോലെ ഹജ്ജ് സീസണിന്റെ വാതിൽക്കലിലാണ് നാം എന്നതുകൊണ്ട് തന്നെ ഹജ്ജ് സീസണിൽ ഈ ആഴ്ച തന്നെ ഏകദേശം നമ്മുടെ ഹാജിമാര് എത്താൻ ആരംഭിക്കുന്നു. അവരോടുള്ളതായ കടപ്പാടുകൾ പല ശൈലിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ട്. അത് നിങ്ങൾ ആരും മറക്കാൻ പാടുള്ളതല്ല. ഒഴിവ് ലഭിക്കുമ്പോഴെല്ലാം ഹജ്ജ് സീസണുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്
ഹാജിമാരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അത് നിങ്ങളുടെ വയസ്സും വർദ്ധിക്കാനും, അഥവാ നിങ്ങളുടെ വയസ്സിലും ബർക്കത്ത് ലഭിക്കാനും, നിങ്ങൾക്കത് പരലോകമോക്ഷം നേടാനും, അവര് ഹിദായത്ത് ലഭിക്കാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഹിദായത്ത് ലഭിക്കാൻ തന്നെ നിങ്ങൾ കാരണക്കാരനാകുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പരലോകത്തിൽ സ്വർഗം നേടാനുമെല്ലാം കാരണമായി തീരും. ആ പ്രത്യേകത നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ, ഹാജിമാരുടെ ഹജ്ജ് ഉംറ സിയാറത്ത് സ്വീകാര്യോഗ്യമായതായി മാറാനുള്ളതായ വഴികൾ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ശേഷം അവർക്ക് യുക്തിയുക്തം, കുഴപ്പം ഉണ്ടാക്കാതെ, പ്രയാസപ്പെടുത്താതെ രൂപത്തിൽ അവർ താമസിക്കുന്ന റൂമുകളിലേക്കോ അല്ലെങ്കിൽ ഹറമിൽ മീറ്റാകുന്ന വേളയിലോ അല്ലെങ്കിൽ വഴി മധ്യവെച്ചിട്ടോ എവിടെയാണെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമം നടത്തുക. അതിൽ ഒരു പ്രത്യേക വർഗീയത കാട്ടാനും പാടുള്ളതല്ല. അഥവാ നിങ്ങളുടെ കുടുംബക്കാരെ മാത്രമോ നിങ്ങളുടെ നാട്ടുകാരെ മാത്രമോ അല്ല ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കറിയുന്ന ഭാഷ അറിയുന്ന മുസ്ലിം ആരുണ്ടോ അവർക്കെല്ലാം നിങ്ങൾക്കറിഞ്ഞതായ ആ ഇൽമിനെ നിങ്ങൾ ഈ കൊല്ലം തോറും മദീനയിലുള്ള സദസ്സിലൂടെയും മറ്റു പണ്ഡിതന്മാരിലൂടെയും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന വിജ്ഞാനങ്ങളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗം, അതിൽ അവർ ചെയ്യാൻ പോകുന്നതായ ആ ഹജ്ജ് അള്ളാഹിന്റെ അടുക്കൽ ക്ലിയർ ആവാൻ വേണ്ടി അനിവാര്യമായ ഭാഗം, അതാണ് തൗഹീദ്, അതാണ് ഏകദൈവ വിശ്വാസം, അതാണ് വിശ്വാസം ക്ലിയർ ആക്കുക. അതില്ലാത്ത രൂപത്തിൽ അവർ എത്ര തന്നെ മനക്കെട്ടാൽ, അവരെത്ര തന്നെ പാടുപെട്ടാൽ, എത്ര തന്നെ കാശ് ചെലവഴിച്ചാൽ, എത്ര തന്നെ നിങ്ങൾ സേവനം അനുഷ്ഠിച്ചാൽ അതിനൊന്നും ഒരു പ്രയോജനവുമില്ല. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതായ സംഘടനകൾ ഒരുമിച്ച് കൂടി ഏകീകരിച്ച് ഐക്യത്തോടു കൂടി കൊല്ലം പ്രതി ഹാജിമാർക്ക് വേണ്ടി രംഗപ്രവേശനം നടത്താറുണ്ട്. എയർപോർട്ട് മുതൽ എയർപോർട്ട് വരെ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കൂടെ തന്നെ കൂടെ പറപ്പായിട്ട് അവർക്ക് കൂട്ടാനും അവർക്ക് താമസ സ്ഥലവും അവർക്ക് ഭക്ഷണവും അവർക്ക് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ അവർ പിന്നിലല്ല. അതിനെല്ലാം അവർക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ, അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവര് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഹജ്ജ് സ്വീകാര്യോഗ്യമാകുന്ന ഭാഗം മാത്രമാണ്. ആ ഭാഗം അവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അറിവുള്ളതോടുകൂടി അക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ഹാജിമാരെ വിട്ടുകളഞ്ഞതെങ്കിൽ പരലോകത്തിൽ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. കാരണം ഇവിടെ തൗഹീദ് പഠിക്കുന്ന നാട്ടിലാണ് നിങ്ങൾ, അതിന്റെ ആദ്യ മദ്രസയിലാണ് നിങ്ങൾ. ഈ മദ്രസയിൽ നിന്നിട്ട് നിങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അത് ഓരോരുത്തരും അവരുടെ നിർബന്ധ ബാധ്യതയായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സഹോദര സഹോദരിമാരെ, ഇത് യഥാർത്ഥത്തിൽ എന്റെ സദസ്യർക്ക് മാത്രമോ മദീനയിൽ താമസിക്കുന്നവർക്ക് മാത്രമോ ഉള്ളതായ ഉപദേശമല്ല. മറിച്ച് ഈ രൂപത്തിൽ ഇവിടെ ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാരുമായി സമീപിച്ചിട്ട് നാട്ടിൽ നിന്നിട്ട് പുറപ്പെടുന്ന വേളയിലോ എയർപോർട്ടുകളിൽ വെച്ചിട്ടോ വഴിമധ്യ വെച്ചിട്ടോ അല്ലെങ്കിൽ മക്കയിലോ മറ്റേത് സ്ഥലങ്ങളിലോ ഹാജിമാരെ കണ്ടുമുട്ടി അവർക്ക് ഈ സതുപദേശങ്ങൾ നൽകാനുള്ള സ്വർണാവസരം ലഭിക്കുന്നവര് അവർ ഒഴിവാക്കാൻ പാടുള്ളതല്ല. അത് എന്റെ ശബ്ദം നെറ്റിൽ കൂടി കേൾക്കുന്ന സഹോദരന്മാരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സദസ്സിൽ വരാത്തവരായിരുന്നാലും വിരോധമില്ല, ആരായിരുന്നാലും ഇതൊരു മഹാ ചാൻസാണ്. ഈ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് ശരിക്കും അവരവരുടെ കഴിവ് അനുസരിച്ചിട്ട് ഉപയോഗപ്പെടുത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയാകുന്ന വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈആ വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്അഇ സുജൂദ് وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഈ ആയത്തിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയിട്ട് അതിനെ വിശദീകരിച്ചു കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ഇവിടെ വന്നത് പണ്ട് ഇബ്രാഹിം വിളിക്ക് മറുപടിയായിട്ട് നിങ്ങൾ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് തൗഹീദിന്റെ കേന്ദ്രമാണ്. ഇത് ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ യാത്ര നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള യാത്രയായിട്ടാണ്
നിങ്ങൾ വന്നിട്ടുള്ളത്. ഈ അള്ളാഹുവിലേക്കുള്ള യാത്ര അള്ളാഹുവിലേക്കായി മാറണമെങ്കിൽ നിങ്ങൾ അള്ളാഹുമായുള്ള ബന്ധത്തിൽ വല്ല വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച നികറ്റണം. ആ വീഴ്ച ശിർക്കാണെങ്കിൽ ശിർക്കിൽ നിന്നിട്ട് നിങ്ങൾ വ്യതിചലിക്കുകയും ഒഴിവാവുകയും നിങ്ങൾ അതിൽ നിന്നിട്ട് റബ്ബിനോട് മാഫിന് ചോദിക്കുകയും കേണപേക്ഷിക്കുകയും തൗബ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ ഈ വിശുദ്ധ സൽക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയും വേണം. അത് അല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര തന്നെ മനക്കെട്ടിട്ടും പ്രയോജനമില്ല. നിങ്ങൾ ഈ വരുന്നതായ ഹജ്ജ് പോലത്തതായ ഹജ്ജ് അല്ലെങ്കിലും ജാഹിലിയായ ഹജ്ജ് അബൂജഹൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉത്ബത്ത് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഷൈബത്ത് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, റബീഅത്ത് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പല അറബി ഖുറൈശ് നേതാക്കൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നബിയോടൊപ്പം തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്തവരാണ്, അല്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമാകുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്തവരാണ്. എന്നിട്ടും അവർക്ക് ആ ഹജ്ജിലൂടെ അള്ളാഹുലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, സ്വർഗത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ ഹജ്ജ് ശിർക്ക് കലർന്ന ഹജ്ജായിരുന്നു. അഥവാ അവര് ആ നിങ്ങൾ കാണുന്ന വിശുദ്ധ കഅബത്തിനെ പണ്ട് അവര് ഒരു ആരാധനാലയമായി ആക്കി, അത് പ്രത്യേകം ഒരു അമ്പലം പോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലേ ആക്കി, അതിൽ ബിംബങ്ങൾ കയറ്റിവെച്ച് ആ ബിംബങ്ങൾ മഹാത്മാക്കളുടെ ബിംബങ്ങളാവണമെന്ന് നിർബന്ധമുണ്ടാവുകയും അങ്ങനെ മഹാത്മാക്കളുടെ ബിംബങ്ങൾ അതിന്റെ മീതെ കയറ്റിവെച്ചിട്ട് അവകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവകളെ മധ്യത്തിലാക്കിയും കൊണ്ട് അള്ളാഹിനോട് ചോദിച്ചാലേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ എന്ന തത്വം പുലർത്തിയും കൊണ്ട് അവർ ജീവിച്ചത് കാരണത്താൽ അവർ ചെയ്ത ഹജ്ജോ അവർ ചെയ്ത അറവോ അവർ ചെയ്ത ധർമ്മമോ അവർ ചെയ്തതായ സൽക്കർമ്മമോ അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർ ചെയ്തതായ അമലുകളിലേക്ക്, അവർ ചെയ്ത സൽക്കർമ്മങ്ങളിലേക്ക് നാം പരലോകത്തിൽ ചെല്ലുന്നതാണ്. എന്നിട്ട് ആ സൽക്കർമ്മങ്ങളെ വിതരപ്പെട്ട ധൂളയാക്കി പറപ്പിച്ചു കളയുന്നതാണ് എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആചാരേ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ ഇവിടെ ഇറങ്ങിയത് മുതൽ പോകുന്നത് വരെ നിങ്ങൾ പറയുന്നതായ, നിങ്ങളോട് പറയാൻ റബ്ബ് കൽപ്പിച്ചതായ, റസൂൽ കൽപ്പിച്ചതായ പ്രാർത്ഥനകളിൽ ഒരു ഷിട്ടിയോട് പ്രാർത്ഥിക്കലില്ലേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഷിട്ടികളോട് പ്രാർത്ഥിക്കുന്നത് നിർത്തിവെക്കണം. കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോടോ ജിന്നുകളോടോ വസ്തുക്കളോടോ വ്യക്തികളോടോ പ്രാർത്ഥിക്കുക എന്നത് അത് ഷിർക്കാണ്. അത് ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടായി പോകുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന ഹജ്ജ് ശരിയാവുകയില്ല എന്ന കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, ആ സത്യം പറയാൻ റസൂല് പണ്ട് പഠിച്ചിട്ടില്ല. ആ സത്യം പറയാൻ ഈ രൂപത്തിലുള്ളതായ മഹാപാപം മഹാശിർക്ക് ചെയ്ത ആ ബഹുഭൂരിപക്ഷത്തേക്ക് റസൂല് രംഗപ്രവേശനം നടത്തി. ആ സന്ദർഭത്തിൽ റസൂൽ മക്കയിൽ അല്ല ലോകത്തിൽ മുഹമ്മദ് നബിയാണ് ആദ്യത്തെ മുസ്ലിം. ആമന റസൂൽ, മുഹമ്മദ് ഇദാ മുസ്ലിമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരേക്കും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ശിർക്കിലൂടെ ജീവിച്ചവരാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി. അതിനുശേഷമാണ് വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ബേക്കിൽ കൂടിയത് റസൂലുള്ളാഹിയുടെ. അപ്പോൾ ഈ റസൂലുള്ളാഹിയുടെ ബേക്കിൽ സത്യവിശ്വാസികൾ എങ്ങനെ കൂടി? അവിടെ അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് വെറുപ്പുള്ള, അവർക്ക് അറപ്പുള്ള, അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൈപ്പായ പദമാകുന്ന അള്ളാഹിനോട് മാത്രമാണ് നിങ്ങൾ അർത്ഥിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന പദം അവിടെ പരസ്യമായി പ്രഖ്യാപിക്കാൻ ഒരു കൂസലോ ഒരു മടിക്കലോ ഒരു പേടിയോ റസൂലിനുണ്ടായില്ല. അങ്ങനെ ഒരു റസൂല് ഒരു വ്യക്തി മാത്രം ആരംഭിച്ചു. വെള്ളപ്പൊക്കം, വെള്ളച്ചാട്ടം, മഹാ തൂഫാൻ. എന്തിന്റെ തൂഫാൻ? ശിർക്കാകുന്ന തൂഫാൻ. എതിരിൽ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ തള്ളി 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 അവസാനം മക്ക ക്ലിയറായി, മദീന ക്ലിയറായി, പരിസരം ക്ലിയറായി, ലോകത്തിൽ സൂര്യൻ സ്തമിക്കാത്ത സാമ്രാജ്യങ്ങളിലേക്ക് ആ തൗഹീദ് എത്തുകയും ചെയ്തു. റസൂലോ ഇവരോട് പറഞ്ഞാൽ ശരിയാവില്ല, ഇയാളൊക്കെ നാട്ടിൽ ശിർക്ക് ചെയ്യുന്ന നാട്ടിൽ നിന്ന് വരെയല്ലേ, ശിർക്ക് ചെയ്യുന്ന നാട്ടിൽ നിന്നിട്ടും തൗഹീദിന് കടക വിരുദ്ധമായി ഈ 60 കൊല്ലം ജീവിച്ച 50 കൊല്ലം ജീവിച്ച ഈ തള്ളയോട്, ഈ തന്തയോട് ഇത് പറഞ്ഞാൽ കേറൂല, എന്നോട് വെറുക്കും, പിന്നെ എന്നോട് സംസാരിക്കൂല, അതുകൊണ്ട് വേണ്ടാതെ വെക്ക എന്നാണ് റസൂല് പണ്ട് വെച്ചതെങ്കിലോ ഞാൻ മുസ്ലിമാകുമോ, നീ മുസ്ലിമാകുമോ, അവൾ മുസ്ലിമാകുമോ, അവർ മുസ്ലിമാകുമോ? ഇല്ല.
അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നതല്ല അവിടെ പ്രശ്നം. നീ പറയുന്നത് സത്യമാണോ എന്നതാണ്. നീ പറയുന്നത് സത്യമാണെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ കൈപ്പാണെങ്കിലും നീ പച്ചയിലങ്ങിട്ട് ഹജ്ജ് സീസൺ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്നലെ രാത്രി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനം 10 കൊല്ലം മക്കയിൽ നടത്തിയിട്ടും ആ പ്രബോധനത്തിൽ വേണ്ടത്ര വിജയമുണ്ടായില്ല. വിജയമുണ്ടായത് ഹജ്ജ് സീസണിലൂടെയാണ്. ഹജ്ജ് സീസൺ വന്നപ്പോൾ അന്നത്തെ അനിസ്ലാമിക ഹജ്ജാണ്. ആ ഹജ്ജ് സീസണിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിദേശികളെ കണ്ടുമുട്ടാൻ വേണ്ടി മക്കയിൽ നിന്നിട്ട് പുറപ്പെട്ടു. മിനയിൽ വെച്ചിട്ട് ഈ നാട്ടുകാരായ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ നാട്ടുകാരായ ഖസ്റജികളായ 6 പേരെ കണ്ട് അവരുമായി സംസാരിച്ചു. അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ ഇസ്ലാം മതം വിശ്വസിച്ചു. അതിനുശേഷം പിന്നെ പിറ്റത്തെ വർഷം 12 ആയി മാറി. പിറ്റേത്തെ വർഷം 73ഓളം പേരായി മാറി. അങ്ങനെ അഥവാ എത്തിയവർ, അവിടെ വിശ്വസിക്കാൻ വേണ്ടി എത്തിയവർ. അങ്ങനെ ഈ മദീനക്കാരാകുന്ന വിദേശികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ആ വിദേശികളെ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടാനുള്ളതായ ആ പദ്ധതിയിൽ വിജയിച്ചത് എപ്പോഴാണ്? ഹജ്ജ് സീസണിൽ. അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് ഈ ഹജ്ജ് സീസണിനെ ഉപയോഗപ്പെടുത്തിയാൽ 1000 ഹാജിമാരിൽ നിന്നിട്ട് ഒരു 10 ഹാജി നന്നായാൽ ആ 10 ഹാജിയിലൂടെ ആ 10 കുടുംബം നന്നാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു നിലക്കും പ്രയാസപ്പെടാതെ, ഒരു നിലക്കും കൂസാതെ മടിക്കാതെ വരുന്ന ഹാജിമാരുടെ വീട്ടിലേക്കും റൂമിലേക്കും റോട്ടിലേക്കും അപ്രകാരം പള്ളിയിലെ ഹറമിലേക്കും എവിടെയെല്ലാം കാണുന്നു അവിടെയെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രയാസപ്പെടുത്താതെ അപ്രകാരം തന്നെ കൂസാതെ മടിക്കാതെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് നിങ്ങളുടെ ചുമതലയാണ്, അത് നിങ്ങളോട് അല്ലാഹു ചോദിക്കുന്ന കാര്യമാണ്. മക്കയിൽ ഡോക്ടർ സാലിഹ് ആല താലിബ് ഇന്ന് പ്രസംഗിച്ചതായ പ്രസംഗം അൽ ഫിതൻ എന്നതായ വിഷയമാണ്. അൽ ഫിത്ന എന്നും പറയാം, പലപ്പോഴും പറഞ്ഞതാണ്. ഈ കാലഘട്ടത്തിൽ സന്ദർഭോചിതമായിട്ട് ഒരു മുസ്ലിം പഠിക്കേണ്ടതാണ് ഫിത്ന. കേരളീയർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്നവർ കേരളീയരായതുകൊണ്ട് കേരളീയർക്ക് ആവശ്യമുള്ളതായ ഭാഗങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിൽ വളരെ ചുരുങ്ങിയ സമയത്തിലൂടെ ഈ വിഷയം മക്ക ഇമാമ ഖുതുബയിൽ ഇന്ന് ഓതിയ ശേഷം പരിശോധിച്ചു നോക്കിയപ്പോൾ ഖുർആനിൽ 79 തവണ ഫിത്ന എന്ന പദം വിട്ടുകിടക്കുന്നതായിട്ട് കണ്ടു. സഹീഹായ ഹദീസ് അപ്രകാരം തന്നെ 77 ഹദീസുകൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടു. സഹീഹായ ഹദീസുകൾ അപ്രകാരം പണ്ഡിതന്മാരുടെ സലഫസ്ഥാനങ്ങളുടെ വചനങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ 37ഓളം വചനങ്ങൾ ഈ വിഷയത്തിൽ ചർച്ചക്കെടുക്കാൻ പറ്റുന്നതായി കാണാൻ സാധിച്ചു. അപ്പോൾ വളരെ വെയിറ്റുള്ള, വളരെ വിശാലമായി പരത്തി പറയേണ്ട, വളരെ പ്രധാനമർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിതൻ എന്നതായ വിഷയം എന്ന് ഈ തലക്കെട്ടിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. സഹോദര സഹോദരിമാരെ, ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ആസകലം അവൻ പരീക്ഷിക്കപ്പെടുന്ന ആളാണ്. മുസ്ലിം പരീക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ പരീക്ഷിക്കപ്പെടുന്നതായ മുസ്ലിം അവന്റെ ആ പരീക്ഷണത്തിൽ പല സൈസിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങൾ അത് ചിലപ്പോൾ അവന്റെ വിശ്വാസത്തെ തന്നെ നഷ്ടപ്പെടുത്തിക്കളയാൻ മാത്രം കഴിവുള്ളതായ പരീക്ഷണങ്ങളുണ്ട്. അപ്രകാരം തന്നെ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും പറയാൻ പറ്റാത്തതായ പരീക്ഷണം, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സിറിയയിൽ ഇന്ന് സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത്, അതിനെക്കുറിച്ച് റിസൾട്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് നിരൂപണം നൽകി, അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി. മക്ക ഇമാം പറയുകയാണ്, അഭിപ്രായം ഇന്നേത്തെ അഭിപ്രായമല്ല നാളെ പറയേണ്ടി വരിക, നാളേത്തതല്ല മറ്റന്നാൾ പറയേണ്ടി വരിക. അപ്പോൾ അഭിപ്രായം പറഞ്ഞ് നീ നിന്റെ നാവിന് വിലയില്ലാതാക്കി മാറ്റുന്നതിന് പകരം മൗനം വീക്ഷിക്കുക. ഫിത്തനുകൾ ഉണ്ടാകുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹിലേക്ക് മടങ്ങുക. അവകളിൽ നിന്നിട്ട് മുസ്ലിങ്ങൾക്ക് മോചനം നേടാൻ വേണ്ടി എന്തെല്ലാം രൂപത്തിൽ പാടുപെടാൻ സാധിക്കുന്നുവോ ആ രൂപത്തിൽ കൈക്കൊള്ളുക എന്നതല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത വചനങ്ങളും ആവശ്യമില്ലാത്ത നിരൂപണങ്ങളും നടത്തിയിട്ട് പ്രയോജനമില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറാ, അവൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ നന്മ മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനം വീക്ഷിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. മനസ്സിലായില്ലേ? വല്ലതും പറയുന്നുണ്ടെങ്കിൽ നന്മ പറയാ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നല്ലാതെ ഇന്ന് നടക്കുന്ന സമരവികാസത്തെ കുറിച്ച് നിരൂപണം. മൂപ്പർക്ക് എൽമിൽ കൈവുള്ളത് പോലെ ഇമാമ് പ്രത്യേകിച്ച് മക്കയിൽ സംസാരിച്ചപ്പോൾ അത് ഗൈബായ എൽമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ മൗനം വീക്ഷിക്കലാണ് നല്ലത്. അറിയാമോ, ഇവിടെ പണ്ട് മദീനത്ത് ഈ അപകടം പറയുമ്പോൾ ശ്രദ്ധിക്കണം. ക്ഷീണമുണ്ടോ?
ക്ഷീണമുള്ളവരൊക്കെ ചാരിയിരിക്കാതിരിക്കുക, എന്നാൽ ക്ഷീണം മാറും. മദീനത്ത് നിങ്ങൾ കാണുന്ന പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പള്ളി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ ബാബു ജിബ്രീൽ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ബാബു നിസാ കഴിഞ്ഞ ബാബു ജിബ്രീൽ അറിയില്ലേ? ഏത് ഭാഗത്താണ്? കിഴക്ക് ഭാഗത്ത്. ഭാഗം ഇവിടെ പറയാൻ പ്രയാസമാണ്, കേരളത്തെ ഭാഗം ഓർമ്മയുള്ളത്. ഇവിടെ ഭാഗം തെക്ക് ഭാഗമാണ് ഖിബല. അപ്പൊ ബാബു ജിബ്രീൽ ഏത് ഭാഗമാണ്? കിഴക്ക് ഭാഗമാണ് അല്ലെ? കിഴക്ക് ഭാഗത്തിൽ ബാബു ജിബ്രീൽ കണ്ടു, ബാബു നിസാ കണ്ടു അല്ലെ? ആ ബാബു ജിബ്രീൽ കഴിഞ്ഞാൽ ഒരു മതിൽ കെട്ടില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മതിൽ കെട്ട് ഉള്ള സ്ഥലം ഏതാണ്? ദാറുൽ ഖിലാഫ എന്നാണ് അതിന്റെ പേര്, ദാറുൽ ഖിലാഫ. വേറെയും പേരുകളുണ്ട്. അഥവാ നമ്മുടെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ താമസിച്ച സ്ഥലമാണ്. അവരെ വധിക്കാൻ വേണ്ടി മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരാണ് മദീനയിലേക്ക് കടന്നു ചെന്നത്. മഹാഫിത്ന. അഥവാ ഞാൻ നിങ്ങളുടെ ഓരോ വീടുകളിൽ റസൂൽ ഒരു കുന്നിന്റെ മീതെ കയറി പറയാണ്, ഒരു കുന്നിന്റെ മീതെ കയറി പറയുകയാണ്, മദീനയിലുള്ള ഓരോ വീടുകളിൽ ഫിതൻ കടക്കുന്നതായിട്ട് ഞാൻ കാണുമ്പോലെ ഇരിക്കുന്നു. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അപ്പോൾ ഫിതനുകൾ പല സൈസിലാണ് ഉണ്ടാവുകയെങ്കിലും ഇത് മഹാഫിതനായിരുന്നു, മഹാപരീക്ഷണമായിരുന്നു. എന്തേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വധിക്കാൻ വേണ്ടി, മുസ്ലിം ലോക ഖലീഫയെ വധിക്കാൻ വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ ഈജിപ്തിൽ നിന്നിട്ടും ഇറാഖിൽ നിന്നിട്ടും ആയിരങ്ങൾ വന്ന് മദീനയെ വളഞ്ഞു. ഇവിടെ അതിനെ എതിർക്കാൻ ഉസ്മാനിന് വേണ്ടി വാദിക്കാനും പോരാടാനും ഇറങ്ങുന്നവരാരാണ്? മുസ്ലിങ്ങൾ അല്ലേ? സഹാബാക്കൾ. അപ്പോൾ കൊല്ലപ്പെടൽ ആരാണ്? സഹാബാക്കൾ. അപ്പോൾ ഈ വരുന്നവരാരാണ്? പറയുന്നത് അവർ മുസ്ലിങ്ങളാണെന്നാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? മുസ്ലിങ്ങളെ വധിക്കുക എന്നതാണ് സംഭവിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓർഡർ പുറപ്പെടുവിക്കുന്നു, മദീനയിലുള്ളതായ മുസ്ലിങ്ങളിൽ ആരും തന്നെ പുറപ്പെടരുത്, എല്ലാവരും വീട് വാതിലടച്ച് അത് അകത്ത് കൂടുക, ആരും പുറപ്പെടാൻ പാടില്ല. എന്ത് സംഭവിച്ചാലും ശരി ആരും പുറപ്പെടരുത്. എന്ത്? മുസ്ലിം ചോരയ്ക്കുള്ള വിലയാണത്. മുസ്ലിം ചോര പവിത്രതയുള്ള ചോരയാണ്, പ്രത്യേകിച്ച് സഹാബാക്കളുടെ ചോര. ആ ചോരയെ സംരക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തിയതായ ശൈലിയാണ് ഏത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഫിത്നയെ കടത്താൻ, ഫിത്നയെ വളരാതിരിക്കാൻ, ഫിത്ന വ്യാപകമാകാതിരിക്കാൻ, മുസ്ലിം ചോരയെ സംരക്ഷിക്കാൻ, മുസ്ലിങ്ങളെ കൊല്ലപ്പെടുത്താതിരിക്കാൻ കണ്ടെത്തിയതായ ശൈലിയാണ്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വധിക്കപ്പെട്ടു എന്നല്ലാതെ വല്ല വധങ്ങൾ വ്യാപകമായി നാം കേട്ടിട്ടുണ്ടോ? സംഭവത്തിൽ ഇല്ല. എന്താണ് കാരണം? ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ സിയാസത്താണത്, അവരുടെ ട്രിക്കാണത്, അവരുടെ ഹിക്മത്താണത്. ഒരു വ്യക്തിയല്ലേ മരിച്ചോട്ടെ, പണ്ട് തന്നെ റസൂൽ എനിക്ക് സൂചന നൽകിയിട്ടുണ്ട്. എന്ത്? ഫിതൻ വരും. ആ ഫിതൻ വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു എന്ന് സൂചന നൽകും പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ആ വാക്ക് കേട്ട സന്ദർഭത്തിൽ ഉസ്മാൻ എന്താ പറഞ്ഞത്? വല്ലാഹുൽ മുസ്തആൻ. ആ ഫിത്നയെ അഭിമുഖീകരിക്കാൻ അല്ലാഹ് എന്നെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ല സംഭവം? എവിടെയാണ്? ഒരു തോട്ടത്തിൽ, ഖുബയിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതായ തോട്ടത്തിൽ, ഖുബയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, ഖുബ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, നിങ്ങൾ ഇപ്പോഴും ആ ഭാഗത്ത് തോട്ടമുള്ള സ്ഥലമായി കാണാം. അവിടെ ഉള്ള ആ തോട്ടത്തിന്റെ അകത്ത്, ഹായത്തിന്റെ അകത്ത് റസൂൽ നിൽക്കുമ്പോൾ, ഓർമ്മ ശരിയാണെങ്കിൽ അബൂ മൂസ അശ്അരിയാണ് ഗേറ്റ് കീപ്പറോട് പറഞ്ഞു, ആരെയും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കരുത്, ആരെയും ഇങ്ങോട്ട് കടക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ആദ്യമായിട്ട് വരുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുന്നു, കടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ കടക്കുന്നു. എന്നിട്ട് മടക്കി പറയുന്നത് കേൾക്കാത്തവർ പഠിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം കടക്കുന്നു. കടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതായ
അവിടെ ഉണ്ടായ ബീർ അരീസി എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ അകത്തേക്ക് കാലാക്കിയിട്ടാണ് റസൂൽ ഇരിക്കുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വലത് ഭാഗത്ത് ആരിരുന്നു? അബൂബക്കർ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ പ്രവേശിക്കട്ടെ, അദ്ദേഹത്തോട് പറയുക അദ്ദേഹത്തിന് സ്വർഗ്ഗ വാഗ്ദാനം വഹയിലൂടെ ഇറങ്ങിയിരിക്കുകയാണ് എന്ന്. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഈ സഹാബി, ഈ ഗേറ്റ് കീപ്പർ സ്വർഗ്ഗ വാഗ്ദാനം എത്തിച്ചു കൊടുത്തതിന്റെ ശേഷം അവിടെ ഇരിക്കുകയുണ്ടായി. പിന്നെ കടന്നു വരുന്നത് ആരാണ്? ഉമർ ബിൻ ഖത്താബാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടും സ്വർഗ്ഗ വാഗ്ദാനം നൽകി. അങ്ങനെ അദ്ദേഹം കടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പിന്നെ കടന്നു വരുന്ന ആളാണ് നാം ചർച്ച ചെയ്തു വരുന്നതായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദിന്നുറൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയതായ ദിന്നുറൈൻ, ഏറ്റവും കൂടുതൽ മലക്കുകൾ വരേക്കും ലജ്ജിച്ചിരുന്നതായ ഹയാന്റെ ഉടമയായ മഹാനായ, മലക്കുകളെ ലജ്ജിച്ചിരുന്നതായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറയാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു, ഉസ്മാനോടും സ്വർഗ സന്തോഷവാർത്ത നൽകുക, പക്ഷേ അദ്ദേഹത്തിനോട് പറയുക, നിങ്ങൾ പരീക്ഷിക്കപ്പെടും, നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഈ വാക്ക് മഹാനായ ഉസ്മാൻ കേട്ടപ്പോൾ എന്ത് പറഞ്ഞു? വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ പരീക്ഷണ സന്ദർഭത്തിൽ ക്ഷമ കൈക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന്. മനസ്സിലായില്ലേ? ആ സംഭവം ഉണ്ടായപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൈകൊണ്ട ശൈലിയാണ് നിങ്ങൾ കേട്ടത്. വീടുകളുടെ വാതിലടച്ച് കൂടുക, ആരും ആരെയും കൊല്ലാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു വരുന്നത്. ഈ ഫിത്ന പല സൈസിലാണ്. അതിൽ വിശ്വാസപരമായ ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. അത് കേൾക്കാൻ പോകുന്നത് പോലെ വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന അഥവാ ശിർക്ക് വ്യാപകമാവുക അല്ലെങ്കിൽ കുഫ്ർ വ്യാപകമാവുക, അത് കൊലയേക്കാളും വലിയ ഫിത്നയാണെന്നാണ്. കൊലയേക്കാളും വലിയ ഫിത്നയാണ് ശിർക്ക്. മനസ്സിലായില്ലേ? ഒരാള് കൊല്ലപ്പെടുക മോമിനായിട്ടാണെങ്കിൽ പ്രശ്നമില്ല, ഒരാൾ കൊല്ലപ്പെടുക കാഫിറായിട്ടാണെങ്കിലോ അപകടം, നരകത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഫിത്ന അത് ശിർക്കാണ്. അത് വിശ്വാസപരമായ ആദർശത്തിലുണ്ടാകുന്നതായ ഫിത്നയാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നവര് അത് നബിമാരാണ്. സുമ്മ സാലിഹൂൻ, പിന്നെ സാലിഹ്യങ്ങളാണ്. സുമ്മൽ അഖ്റബ ഫൽ അഖ്റബ്, പിന്നെ അൽ അംസല ഫൽ അംസൽ, അവരോട് അടുത്തവർ. അപ്പോൾ ഒരാൾ ക്ലാസ് വരാൻ ആരംഭിച്ചാൽ, ഒരാൾ നമസ്കരിക്കാൻ ആരംഭിച്ചാൽ, ഒരാൾ താടിയൊക്കെ നീട്ടാൻ ആരംഭിച്ചാൽ, ഒരാൾ അല്ലാഹുമായി ബന്ധപ്പെടാൻ ആരംഭിച്ചാൽ, ഒരാൾ ഭാര്യമാർക്കും കുട്ടികൾക്കെല്ലാം നല്ല നല്ല സീഡികൾ അയക്കാൻ ആരംഭിച്ചാൽ, ഒരാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സത്യം എത്തിച്ചു കൊടുക്കാൻ ആരംഭിച്ചാൽ, ഈ സന്ദർഭത്തിലെല്ലാം പരീക്ഷണങ്ങൾ വർദ്ധിക്കും. എന്തേ? അവൻ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അപ്പോൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് പരീക്ഷണം ഉണ്ടാവുക. ക്ഷമ കൈകൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് വിജയം നൽകുക. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ക്ഷമ കൈകൊണ്ടേയിരിക്കണമെന്നത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. അതെ, അല്ലാഹു പറയുന്നു, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ ഫലാ യഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലാ യഅലമന്നൽ കാദിബീൻ. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് മാത്രം പറഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടുമെന്ന് ഇല്ല. വഹും ലാ യുഫ്തനൂൻ, പരിശോധിക്കാതെ, പരീക്ഷിക്കപ്പെടാതെ. അപ്പോൾ പരീക്ഷണം ഉണ്ടാവുക എന്നത് മുസ്ലിമിന്റെ ജീവിത ശൈലിയാണ്. അത് ഒരിക്കലും ഒഴിവായി കിട്ടുകയില്ല. ഒരു മുസ്ലിമായി ജീവിക്കുന്ന വേളയിൽ അവന് ആസ്വാദനമാണ് അവന്റെ ജീവിതത്തിൽ. എന്ത് പ്രയാസപ്പെട്ടാൽ, എന്ത് ചെറിയ പ്രയാസമാവട്ടെ വലിയ പ്രയാസമാവട്ടെ, അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. അള്ളാഹിന്റെ ഖദാഇനും ഖദറിനും കീഴ്പ്പെടുന്നു. അത് തന്നെ ആസ്വാദനമാണ്. അത് അങ്ങനെ ആസ്വാദിച്ചിട്ട് നാം പരിശോധിക്കണം. മക്ക ഇമാം ഉണർത്തുകയുണ്ടായി, ഇങ്ങനെയുള്ള ഫിത്തനുകൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഏറ്റവും നല്ല ഭാഗം അള്ളാഹ് കൽപ്പിച്ച ശൈലി അതെന്താണ്? അള്ളാഹുവിനോടുള്ളതായ ബന്ധത്തിൽ കട്ടി കൂടുക, മുമ്പത്തേക്കാളും കട്ടി വർദ്ധിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാനാ, നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ മത്സരിച്ചുകൊണ്ട് വിജയിക്കാൻ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് സഅദ് ഇബ്നു അബി വഖാസിനെ
പേർഷ്യക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അയക്കുന്നു, എഴുത്തയക്കുന്നു. അല്ലയോ സഅദേ, നിങ്ങൾക്ക് വിജയം കിട്ടണമെങ്കിൽ, നിങ്ങൾ പോരാടി ശത്രുക്കളോട് നിങ്ങൾ മത്സരിച്ച് നിങ്ങൾക്ക് വിജയം നേടണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ അവരോട് തുല്യരാവാൻ പാടില്ല. അവര് അള്ളാഹനെ ഭയപ്പെടാത്തവരാണ്, അവര് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ്, അവര് ശിർക്ക് ചെയ്യുന്നവരാണ്, അവര് വ്യഭിചരിക്കുന്നവരാണ്, അവര് കള്ളു കുടിക്കുന്നവരാണ്. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ നിങ്ങളിൽ നിന്നിട്ടും ഉണ്ടായാൽ നിങ്ങളും അവരും തുല്യരാകും. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ വിജയിക്കാൻ സാധിക്കുകയില്ല. അവരാണ് നിങ്ങളെക്കാളും മെജോറിറ്റി, അവരാണ് നിങ്ങളെക്കാളും സാമ്പത്തിക ശേഷിയുള്ളവർ, അവരാണ് നിങ്ങളെക്കാളും ആയുധശേഷിയുള്ളവർ. അപ്പോൾ നിങ്ങൾക്ക് അവരുമായുള്ള തുല്യത നിങ്ങൾ മാറ്റി അവരോട് വ്യത്യസ്തരാവണം. അതെങ്ങനെയാണ്? നിങ്ങൾ തഖ്വയുള്ളവരായി മാറണം എന്ന് മഹാനായ ഉമറുൽ ഖത്താബ് എഴുത്തിലൂടെ അറിയിച്ചു. അല്ലാഹു പറയുന്നു, വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുകയും ചെയ്യും. വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ. നിങ്ങൾക്ക് മുമ്പുള്ളതായ ഉമ്മത്തുകളിലേക്ക് ഞാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാരെ അയച്ചതിന്റെ ശേഷം അവരെ പ്രയാസപ്പെടുത്തിയും കൊണ്ട് പരിശോധിച്ചു, പ്രയാസങ്ങൾ അയച്ച് പരിശോധിച്ചു. എന്തിനാണ്? ലഅല്ലഹും യതദറഊൻ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി തന്നെ. അപ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ നാം ചെയ്യേണ്ടതായ ഒന്നാമത്തെ ഇലാജ് അല്ലാഹുവിലേക്ക് മടങ്ങലാണ് എന്ന് മക്ക ഇമാമ് ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉണർത്തുകയുമുണ്ടായി. നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനകൾ, ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്രാർത്ഥനകളായതുകൊണ്ട് അത് തന്നെ ഞാൻ പറയുന്നു. മറ്റു പ്രാർത്ഥനകൾ പറഞ്ഞാൽ അയാളത് പറഞ്ഞു പോയി ഞങ്ങൾക്ക് ചെല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞേക്കും. നിങ്ങൾ നമസ്കരിക്കാൻ അത്തഹിയാത്തുൽ ഇരുന്ന് കഴിഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 4 കാര്യത്തൊട്ട് അള്ളാഹിനോട് രക്ഷ ചോദിക്കുന്നു, അല്ലേ? രക്ഷ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. മരണ സന്ദർഭത്തിലും ജീവിക്കുന്ന വേളയിലും ഉണ്ടാകുന്നതായ ഫിതൻ, ചോദ്യമാണത്. അള്ളാഹ് മറുപടി നൽകുകയാണെങ്കിൽ അത് തന്നെ മതി. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലും മരണശേഷം ഉണ്ടാകുന്നതായ, മരണ സന്ദർഭത്തിലും ഉണ്ടാകുന്നതായ ഫിതൻ. മരണ സന്ദർഭത്തിൽ ഞാൻ പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്, അത്തഹിയാത്തുൽ സ്ഥിരം പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലുള്ള ശിക്ഷയെ തൊട്ട് അള്ളാഹുവിനോട് കാവല ചോദിക്കുക. സംഭവം ബുഖാരിയിലും സഹിഹായ ഹദീസിലുമുള്ളതായ ഭാഗമാണ്. ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് ഖുർആൻ സ്ഥിരീകരിച്ചതാണ്. അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന പേരിൽ തള്ളുക എന്നത് അറിവില്ലാത്തവർ കാട്ടും പോലെ അത് വിഡ്ഢിത്തമാണ്, അറിവില്ലായ്മയിൽ നിന്നിട്ട് വരികയാണ്. വിഡ്ഢിത്തം എന്നത് ചീത്തയല്ല, വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എന്ന അർത്ഥമുള്ളൂ മലയാളത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാള് ഖബറിൽ ചോദ്യം, ഖബറിൽ ശിക്ഷ എന്നത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ശരിയല്ല. ഫറോവയുടെ ചരിത്രം അതിന് തെളിവാണ്. എന്ത്? ഖബറിൽ ശിക്ഷയുണ്ട് എന്നത്. ഖബറിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയെയും ഖൗമിനെയും ശിക്ഷിക്കുമെന്ന് ഖുർആൻ പറയുന്ന ശൈലിയാണെന്ന് ഞാൻ ഇവിടെ പലതവണ പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ വിട്ടുപോകാൻ വേണ്ടി നീട്ടുന്നില്ല. അപ്രകാരം തന്നെ മിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്നിട്ടും കാവലിനെ ചോദിക്കുക. ഒമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, രണ്ടിനെ ഒന്നാക്കി റസൂൽ. ജീവിത കാലഘട്ടത്തിൽ ആസകലമുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, വൽമമാത്ത്, മരണ സന്ദർഭത്തിൽ. നോക്കൂ, ജീവിതകാലം ആസകലമുണ്ടാകുന്ന പരീക്ഷണത്തോട് ഘടിപ്പിക്കുന്ന 4-ാമത്തെ ഭാഗമാണ് വൽമമാത്ത്. അപ്പോൾ മരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഫിത്ന ഏറ്റവും വലിയ ഫിത്നയാണ് എന്നതുകൊണ്ടാണ് റസൂൽ അതിനെ വേറെ തന്നെ വേർപ്പെടുത്തി പറഞ്ഞത്. മഹാഫിതൻ ഉൾക്കൊള്ളാൻ പറ്റൂല, പ്രത്യേകിച്ച് ഈമാനില്ലാത്തവർക്ക്. ഈമാനില്ലാത്ത മനുഷ്യന്മാരുടെ അടുക്കലേക്ക് പിശാച്ച് വന്നിട്ട്, പിശാച്ച് സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയാമല്ലോ അബൂജഹലിനെ ബദർ രണാങ്കളത്തിലേക്ക് കടത്താൻ വേണ്ടി പിശാച്ച് വന്ന ശൈലി എന്താണ്? സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഹ്ഷമുൽ ഹുദലി എന്ന ആ വ്യക്തി, പിന്നെ സഹാബിയായ വ്യക്തി, ആ വ്യക്തി ഹുദൽ ഗോത്രം, ഹുദലി ഗോത്രം തായിഫ് ഭാഗത്തുള്ളതായ ഗോത്രമാണ്. ഇപ്പോഴും തായിഫ് ഭാഗത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ഹുദലികൾ നിങ്ങളോട് അൽഫ് അൽഫ് മർഹബ പറയുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കാണും അല്ലെ? ആ ഹുദലികൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ആ ഹുദലികളുടെ കുടുംബക്കാരായ പണ്ടു ജീവിക്കുന്ന ഹുദലികളുടെ നേതൃത്വം ആരുടെ കയ്യിലാണ്?
സുറാഖയുടെ കയ്യിലാണ്. അവര് ബദർ യുദ്ധത്തിന് വേണ്ടി മക്കക്കാര് പുറപ്പെട്ടപ്പോൾ കൂടെ വന്നിട്ടില്ല. അത് തലവേദനയാണ്. ആരുടെ? അബൂജഹലിന്റെ. അവര് വന്നില്ലല്ലോ, നമുക്കെതിരായി മാറിയോ എന്നൊക്കെ തലവേദനയാണ്. ഇത് അറിഞ്ഞതായ ഇബ്ലീസ് അവന്റെ കോലത്തിലാണ് വന്നത്. എവിടെ? അബൂജഹലിന്റെ അടുക്കിലേക്ക് കൈ പിടിച്ചിട്ട് അകത്തെ കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? ഈ പോർക്കളത്തിന്റെ അകത്തേക്ക് തള്ളിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ അള്ളാന്റെ അദാബ് ഇറങ്ങുന്നത് കണ്ടു, അഥവാ മലക്കുകളെ കണ്ടു. പണ്ട് അവരുടെ കൂടിയാണ് ഇവൻ ജീവിച്ചത്. ആര്? ഇബ്ലീസ്. അവരെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്, ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നുണ്ട്, അള്ളാഹ് മഹാശക്തിയിൽ ശിക്ഷിക്കുന്ന ആളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പതുക്കെ കയ്യൂരി ആള് രക്ഷപ്പെട്ടു. ഇബ്ലീസ് രക്ഷപ്പെട്ടു. ഇത് മരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അബൂജഹല് കാഫർ, നൂറിൽ മൂപ്പര് കാഫറാണ്. മൂപ്പരെ ഈ കുഫ്രിയത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയുള്ള ഇബ്ലീസിന്റെ പരിശ്രമമാണ്. കാരണം അള്ളാഹുവോട് വാഗ്ദാനം ചെയ്തതാണല്ലോ, എന്ത്? ആദമിന്റെ സന്തതികൾ ആസകലം ഞാൻ നശിപ്പിക്കുമെന്ന്, അങ്ങനെ പിഴപ്പിക്കുമെന്ന്. ആ വാഗ്ദാനം പുലർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവൻ. ആ സന്ദർഭത്തിൽ അത് ചെറിയതും വലിയതുമായ കാര്യത്തിലെല്ലാം അവൻ പുലർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. റസൂൽ പറയുന്നു, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇബ്ലീസ് അവന്റെ സിംഹാസനമാകുന്ന സിംഹാസനത്തിന്റെ മീതെ സമുദ്രത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നു. ആ സന്ദർഭത്തിൽ അവന്റെ സറായകളിൽ നിന്നിട്ട്, അവന്റെ പട്ടാളങ്ങളിൽ നിന്നിട്ട്, അവന്റെ സേനകളിൽ നിന്നിട്ട് അവൻ അയച്ചതായ അവന്റെ ജുനൂദ്, അവന്റെ സേനകൾ ആദമിന്റെ സന്തതികളെ വഴിപഴപ്പിക്കുന്ന ശൈലികൾ പലതും പറയും. അപ്പോൾ പലതും കേൾക്കുമ്പോൾ ഇബ്ലീസ് പറയും, മാ അമിൽത ശൈഅൻ മാ ഫഅൽത ശൈഅൻ, നീ ചെയ്തതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല, നീ ചെയ്തതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയും. ചിലപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പെണ്ണിനെ നോക്കിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ഫിലിം നോക്കിപ്പിച്ചു എന്നൊക്കെ പറയലായിരിക്കും. ചെറിയ തെറ്റുകളായിരിക്കും. അക്കൂട്ടത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ആണിനെ പെണ്ണിൽ നിന്നിട്ട് ഞാൻ വേർപെടുത്തി എന്ന് പറയും. അക്കൂട്ടത്തിൽ റസൂൽ പറയാണ്, അത് വലിയ ഫിത്നയാണ്. റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തുകൾക്ക് ഒരു സ്ത്രീകൾ പുരുഷന്മാർക്കുണ്ടാകുന്ന അപകടം പോലത്തെ അപകടം ഞാൻ ഒഴിവാക്കി പോകുന്നില്ല. അപകടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അപകടങ്ങളിൽപ്പെട്ടതായ അപകടമാണ് സ്ത്രീകൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നില്ലെങ്കിൽ, പർദ്ദ ഒഴിവാക്കുകയാണെങ്കിൽ, പുരുഷന്മാരോട് പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ, ചിലപ്പോൾ സ്ത്രീകൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാതിരിക്കുമ്പോൾ പുരുഷൻ ഭ്രാന്തനായി പോകുമെന്ന് തോന്നും, വീടൊഴിവാക്കി പോകണമെന്ന് തോന്നും, വാതിലടച്ച് അവിടെ നിന്ന് സ്ഥലം വിടേണ്ടി വരുന്ന രംഗമുണ്ടാകും. അങ്ങനെ പല ശൈലികൾ സ്ത്രീകളുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞ വളരെ സത്യമാണ്, വളരെ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആ ഭാര്യ ഭർത്തൃ ബന്ധം നന്നായി ഉണ്ടാകുന്നതായ ബന്ധമാണെങ്കിൽ, നന്നായി ഉണ്ടാകുന്ന ബന്ധത്തെ വേർപ്പെടുത്തുക എന്നത് മഹാവിപത്താണ്, അപകടമാണ്. അങ്ങനെയുള്ള അപകടമാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് പിശാചിന്റെ പ്രജകൾ പിശാചിനോട് പറയുമ്പോൾ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ സിംഹാസനത്തിലേക്ക് അടുപ്പിക്കും, അവന്റെ ഇഷ്ടപ്പെട്ട ആളാക്കി മാറ്റുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായ പരീക്ഷണങ്ങൾ ഇപ്പോൾ നാം കാണുന്നത് പോലെ സിറിയയിലാണ് കാണുന്നതെങ്കിലും, അതുപോലെ ഈജിപ്തിലാണ് കാണുന്നതെങ്കിലും, മുസ്ലിങ്ങൾക്ക് ആ സകലം ലോകത്തിൽ ബുദ്ധി ഉണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ, ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ തലവേദന ഉണ്ടാകുന്ന കാര്യമാണല്ലോ അത്. ആ കൊല്ലപ്പെടുന്നത് ആരെയാണ്? നാം ഇപ്പോൾ പത്രം വായിക്കുകയാണെങ്കിൽ, ടെലിവിഷൻ നോക്കുകയാണെങ്കിൽ, വാർത്താവിനിമയ കേന്ദ്രങ്ങൾ ഏത് പരിശോധിക്കുകയാണെങ്കിൽ, ആര് ഇത് നാൽക്കാലി മൃഗങ്ങളെ കൊല്ലപ്പെടുന്നത് പോലെ കൂട്ടമായിട്ട് വധിക്കപ്പെടുന്നവരാരാണ് ലോകത്തിൽ? മുസ്ലിങ്ങൾ അല്ലേ? അപ്പോൾ ഈ രൂപത്തിലുള്ളതായ ഫിതനകൾ വരുമ്പോൾ അവിടെ നിരൂപണങ്ങൾ നടത്തുന്നതിന് പകരം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അവരാണ്, ഇവരാണ്, മറ്റേയാണ്, മറിച്ച് പല രൂപത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നതിന് പകരം ഇമാം ആവശ്യപ്പെടുന്ന മുസ്ലിം ലോകത്തോട് നിങ്ങൾ മൗനം ദീക്ഷിക്കുക, അള്ളാഹിലേക്ക് മടങ്ങുക, ആ നാട്ടുകാരോട് നിങ്ങൾ അള്ളാഹുലേക്ക് തഖ്വ ചെയ്ത് മടങ്ങുക, നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് പോലത്തതായ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവകൾ നിട്ട് മുക്തരാവാൻ വേണ്ടി പാടുപെടുക, എന്നിട്ട് നിങ്ങൾ തൗഹീദിന്റെ വക്താക്കളായി മാറുക, അള്ളാഹു നിങ്ങൾക്ക് പ്രതാപം നൽകും, നിങ്ങൾക്ക് അപകടത്തെ രക്ഷപ്പെടാൻ സാധിക്കും, നിങ്ങൾ എന്നിട്ട് മരിക്കുന്നവർ
മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി ലഭിക്കുകയും ചെയ്യും. ആ മരിക്കുന്ന മരണം അള്ളാഹ്ക്ക് വേണ്ടി മരിക്കുന്നതും തൗഹീദോട് കൂടി ജീവിച്ച് മരിക്കുന്ന മരണവുമാണെങ്കിൽ അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല എന്നീ ഉപദേശങ്ങളൊക്കെ അദ്ദേഹം മക്കയിൽ നിന്നിട്ട് നൽകുന്നതോടൊപ്പം നമ്മെ പോലത്തവർക്ക് പഠിക്കാനുള്ള പാഠമാണ്. നാം വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചകൾ ഈ വിഷയത്തിൽ ചെയ്ത് ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ പറയുന്നുണ്ടെങ്കിൽ ഖൈർ പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ. നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി. പിന്നെന്താണ് പ്രാർത്ഥന? വമിൻ അദാബിന്നാരി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അത് വരാൻ പോകുന്നതായ സംഭവമാണ്. നമുക്ക് അറിയുകയില്ല അതിന്റെ അവന്റെ കോലമോ അതൊക്കെ റസൂൽ പഠിപ്പിച്ച ശൈലി മാത്രമേ നാം പഠിക്കുന്നുള്ളൂ. അത് ഖബറുൽ അഹാദിൽ കൂടി വന്നതല്ലേ. അത് ഖിയാമത്ത് അലാമത്തുകളാ സകലം. നമ്മുടെ നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന കാര്യങ്ങളിൽ പലതും എന്നതുപോലെ അഹാദായ ഹദീസിൽ കൂടി തന്നെയാണ് വന്നത്. അഹാദ് എന്ന് പറഞ്ഞാൽ ഒരു സഹാബി പറഞ്ഞു, മറ്റേ സഹാബി കേട്ടു, ആ സഹാബിയിൽ നിന്നിട്ട് ഒരു താബിയെ കേട്ടു, ആ താബിയിൽ നിന്നിട്ട് പിന്നൊരു താബി കേട്ടു, പിന്നൊരു താബി കേട്ടു, അവരിൽ നിന്നിട്ട് ഇമാം ബുഖാരി കേട്ടു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രചിച്ചു, രേഖപ്പെടുത്തി. അങ്ങനെ ഒറ്റപ്പെട്ടതായ റിപ്പോർട്ടകന്മാർ വഴിയായിട്ട് തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ നിന്നിട്ട് പല അലാമത്തുകളും വലിയ അലാമത്തുകൾ വരേക്കും വന്നിട്ടുള്ളത് ഒറ്റപ്പെട്ടതായ റിപ്പോർട്ടുകളിലൂടെയാണ്. പക്ഷേ ഖുർആൻ പറയുന്നത്, ഖുർആൻ കൽപ്പിച്ചത്, ഒരാളാണെങ്കിലും അദ്ദേഹം പറയുന്നത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കി ഉറപ്പിച്ച ശേഷം അദ്ദേഹം പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം എന്നതാണ്. എന്നല്ലാതെ അദ്ദേഹം ഒരാളായതുകൊണ്ട് അംഗീകരിക്കാൻ പാടില്ല എന്ന തത്വം ഖുർആനിലില്ല, സുന്നത്തിനില്ല, നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തിലില്ല. എന്നതുകൊണ്ട് തന്നെ നാം അഹാദായ ഹദീസിൽ കൂടി വന്നതായ ആ ബുഖാരിയിലുള്ള, ആ മുസ്ലിമിലുള്ള, ആ നസായിലുള്ള, ആ തുർമുദിയിലുള്ള, ആ അബൂദാവൂദിലുള്ള, ആ ഇബ്നു മാജയിലുള്ള, ആ മുസ്നദുൽ ഇമാം അഹ്മദിലുള്ള, ആ മറ്റു മസാനീദുകളിലുള്ളതായ ദജ്ജാൽ വരുമെന്ന വാർത്ത കണ്ണടച്ച് അംഗീകരിക്കുന്നു. ആ സാധനം എന്താണെന്ന് നമുക്ക് കണ്ണുമ്പളല്ലാതെ പറയാൻ പറ്റുകയില്ല. പക്ഷേ അത് മഹാ അപകടമാണ്. അവന്റെ വരവേൽപ്പ് ഇവിടെ ഉണ്ടാകുമ്പോൾ മദീനയുടെ അകത്തുനിന്ന് തന്നെ 70,000-ഓളം പേര് ഇവിടെ നിന്ന് അവനെ സ്വീകരിക്കാൻ വേണ്ടി കപടവിശ്വാസികൾ ഇവിടെ നിന്ന് അവൻ സ്ഥാനമുറപ്പിക്കുന്നതായ ജുർഫിലുള്ളതായ, ഇപ്പോൾ ജുർഫ് എന്ന സ്ഥലത്തിന് പറയാ, ജുർഫിലുള്ള റസൂൽ സൂചിപ്പിച്ചതായ ആ മരുഭൂമിയിലേക്ക് അവർ ചെല്ലുന്നതും അവന്റെ വക്താക്കളായി മാറുകയും ചെയ്യുന്നതാണ്. അതേ സമയത്ത് സത്യവിശ്വാസിയായ ഒരു മോമിൻ അവനോട് നിനക്ക് എന്നെ അദ്ദേഹം എതിർക്കുന്നതും അപ്പോൾ അദ്ദേഹത്തിനെ വധിക്കുന്നതും അപ്പോൾ വധിച്ചിട്ട് വീണ്ടും ജീവിപ്പിക്കുന്നതും ആ സന്ദർഭത്തിൽ ആ മോമിൻ പറയുന്നതാണ്, ഇതൊക്കെ ഞാൻ ചെയ്യുമെന്ന് നിനക്കറിയാം, പക്ഷെ ഇനി നിനക്ക് എന്നെ വധിക്കാൻ സാധിക്കുന്നതല്ല, വധിച്ചിട്ട് ജീവിപ്പിക്കാനും സാധിക്കുന്നതല്ല എന്ന് വെല്ലുവിളിക്കുന്നതും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ യാഥാർത്ഥ്യം പ്രകടമാകുന്നതും അങ്ങനെ മുർത്തദ്ദായ പലരും മുസ്ലിം ആവാൻ കാരണമായി തീർന്നതും ഒക്കെയാണ് വരാൻ പോകുന്നതായ യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഏത് കാലഘട്ടത്തിൽ നിന്ന് നമുക്കറിയാത്തത് കൊണ്ട് ആദമിന്റെ കാലഘട്ടം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്നതായ ജനങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിലൂടെ നബിമാർക്ക് അറിയിച്ചു കൊടുത്തിട്ട് എല്ലാവരോടും കാവലിനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞതായ മഹാവിപത്താണ് ദജ്ജാൽ എന്ന വിപത്ത്. അവൻ വന്നു കഴിഞ്ഞാൽ എത്ര തന്നെ ബുദ്ധിയുണ്ടെങ്കിലും എത്ര തന്നെ ഗവേഷണമുണ്ടെങ്കിലും ഒരു പക്ഷേ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നതുകൊണ്ടാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ പ്രാർത്ഥന എന്താണ്? ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്നതായ ഫിത്നയാണ്. സഹോദര സഹോദരിമാരെ, റസൂൽ പറയുന്നു, ബാദിറൂ ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുലു ഫീഹി മുഅ്മിനൻ വയുംസി കാഫിറാ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയാ. ബാദിറൂ ബിൽ അമാലി, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ധൃതി കൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ വരാൻ പോകുന്ന ഫിതനുകളെ നേരിടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. എന്താണ് വരാൻ പോകുന്ന ഫിതൻ? വരാൻ പോകുന്ന വിപത്ത്, വരാൻ പോകുന്നതായ അപകടം. മുസ്ലിം, കറുത്തിരണ്ട രാത്രി പോലോത്ത ഫിതനകൾ, കറുത്തിരണ്ട രാത്രി പോലോത്തതായ പരീക്ഷണങ്ങൾ. യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ, രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറാകുന്നു. വയുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുസ്ലിമായ മനുഷ്യൻ രാവിലെയാകുമ്പോൾ കാഫിറാകും. ഇപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്ന കാലഘട്ടമാണ്. വളരെ ചുരുക്കമാണെങ്കിലും പലയിടങ്ങളിലും മുസ്ലിമായ മനുഷ്യന് പെട്ടെന്നൊരു പ്രഭാതത്തിൽ
ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ, ആരുടെയെങ്കിലും ലേഖനം വായിക്കുമ്പോൾ, ഏതെങ്കിലും ഫിലിം കാണുമ്പോൾ ആള് മാറുന്നു. അവന് ഉൾക്കൊള്ളുന്നതായ മതം മാറുന്നു. എത്ര ആൾക്കാരെ കുറിച്ച് നാം വായിച്ചു, എത്ര സംഭവങ്ങൾ നാം കേട്ടു. കാഫറാകുന്ന, റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന, ഈ മതത്തെ തള്ളിപ്പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് തന്നെ, മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് തന്നെ ഉടലെടുത്തതായ സംഭവം നമുക്കറിയാം. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നമ്മോട് വാണിംഗ് നൽകിയതായ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഫിത്നകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിക്കുന്ന ശൈലി കേൾക്കുക. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്നതൻ അതസ്ബിറൂന വകാന റബ്ബുക ബസീറാ. ഈ ഭിന്നിപ്പുണ്ടല്ലോ, ഭിന്നിപ്പ് എപ്പോഴും ഞാൻ ഉണർത്താറുള്ളതായ കാര്യമാണ്. തമ്മിൽ ഭിന്നിക്കുക എന്നത് ഫിത്നയുടെ ഒരു ശൈലിയാണ്. ഫിത്നയിൽ നിങ്ങൾ നിന്നിട്ട് പരസ്പരവും അങ്ങുമിങ്ങും ഞാൻ നിങ്ങൾക്ക് ഫിത്നയാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിക്കൂ, ഈ ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ പരിശ്രമിക്കൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ റബ്ബ് സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട് ഖുർആൻ. അപ്പോൾ നാം ഇപ്പോൾ കാണുന്നതായ ഭിന്നിപ്പുകൾ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതായ ഭിന്നിപ്പുകൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായ ഫിത്നകളുടെ ഒരു ഭാഗമാണ്. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. പിന്നെ ഈ ഫിത്ന ഉണ്ടല്ലോ, അത് ഖൈറിലും ഉണ്ടാകും ഷർറിലും ഉണ്ടാകും. ഫിത്ന എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാം ഷർറാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഫിത്നയിൽ എന്തുണ്ട്? ഖൈറുണ്ട്, ഷർറുണ്ട്. റബ്ബ് പറയുന്നു, ഇന്ന് നിങ്ങൾ മദീനയിൽ കേട്ട വിഷയം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, സർവരും ഈ മരണത്തെ ആസ്വദിക്കേണ്ടി വരും. സർവരും മരണത്തെ ആസ്വദിക്കേണ്ടവരാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ ഞാൻ പരിശോധിക്കും. നിങ്ങളെല്ലാവരും എന്നിലേക്കാണ് മടങ്ങുക. നിങ്ങൾ പദ്യത്തിലൂടെയാണ് ഇമാം ആരംഭിച്ചത് തന്നെ, അല്ലേ? സലാഹുൽ ബുദൈർ ഖുത്ബ ആരംഭിച്ചത് തന്നെ പദ്യത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ ഒന്നാമത്തെ ഖുത്ബയുടെ ഭാഗം മുഴുവനും ഏകദേശം പദ്യം തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം? അദ്ദേഹം ചർച്ച ചെയ്തതിന്റെ ഒരു ഭാഗം ഫിത്ന വിശദീകരിക്കുന്നതിന് പുറമെ അവര് മരണത്തെ ഊന്നിപ്പറഞ്ഞു. നാം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമല്ല, പിന്നെയോ ഈ സദസ്യരുമല്ല, ശബ്ദം കേൾക്കുന്നവരുമല്ല. ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരിൽ നല്ലൊരു ശതമാനം വെറുക്കുന്ന വിഷയമാണ് എന്ത്? മരണം പറയലല്ല, കേൾക്കൽ ഇഷ്ടമല്ല. എന്തൊരു പഴഞ്ചൻ ഈ നൂറ്റാണ്ടിൽ മരണം പറയാണ് പോലും. എന്നെ കുറിച്ച് പത്രത്തിൽ വരെ എഴുതി. ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ഹിജ്റ ലോഡ്ജിൽ പ്രസംഗിച്ചപ്പോൾ പത്രത്തിൽ വന്നു. ഞാൻ മദീനയിൽ ഒരു സദസ്സിൽ പങ്കെടുത്തു. അവിടെ ഒരു പഴഞ്ചൻ പ്രസംഗിക്കുന്ന കേട്ടു, വിഷയം മരണസ്മരണയാണ് എന്ന്. മനസ്സിലായില്ലേ? പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ട് മാഫിന് ചോദിക്കാൻ വേണ്ടി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഞാൻ ജോലി ചെയ്യാണ്. എന്റെ ഓഫീസിൽ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോടല്ല മാഫിന് ചോദിക്കേണ്ടത്, നിങ്ങൾ എഴുതിയത് പത്രത്തിലാണ്, അതേ പത്രത്തിൽ എഴുതിയാൽ മതി. പറഞ്ഞ ശരിയല്ല. അദ്ദേഹം ധാരാളം സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ അവിടെ ആ സദസ്സിൽ പങ്കെടുത്ത സമയത്ത് ചർച്ച ചെയ്തത് അത് മരണസ്മരണയാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്നല്ലാതെ മറ്റു വിഷയങ്ങളെല്ലാം അദ്ദേഹം അവഗണിക്കുന്ന ആളല്ല, എല്ലാം ചർച്ച ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ പത്രത്തിൽ എഴുതിയാൽ മതി എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു ഹിദായത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞു വരുന്നത്, ഈ വാക്ക് പലർക്കും കേൾക്കാൻ ഇഷ്ടമില്ല. മരണസ്മരണ എന്നുള്ളത് മനസ്സിലായില്ലേ? അത് എല്ലാവരും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരിക്കേണ്ടവരാണ്. അവിടെ പ്രശ്നം മരിക്കും എന്നതല്ല. പിന്നെയോ ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ വേറായത്താണ്. അവിടെ ചർച്ച അല്ലെങ്കിൽ വിഷയം എന്താണ്? നിങ്ങൾ പരലോകത്തിലേക്ക് എത്തേണ്ടതുണ്ട്. വീണ്ടും പുനർജീവനം നിങ്ങൾക്ക് നൽകപ്പെടും. ആ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്തതായ നന്മ അവിടെ പരീക്ഷിക്കപ്പെടും. അവിടെ നിങ്ങൾക്ക് നന്മയാണ് ചെയ്തതെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിയാലോ വിജയിച്ചു. അല്ലാഹു പറയാണ്,
വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവിതമാസകലം അത് വഞ്ചനയുടെ ലോകമാണ്. ഈ ലോകത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഡോളറിലൂടെ, പെണ്ണിലൂടെ, അതുപോലെ തന്നെ ഇവിടെയുള്ള സുഖ ആഡംബരങ്ങളിലൂടെ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. പരലോകം മറന്നു പോകരുത്, മരണത്തെ മറന്നു പോകരുത്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശരിയ ബഅദൽ മൗതി മദ്ദാറു. എല്ലാവരും മരിക്കണം. മരണം ഈ എല്ലാവരും കടക്കേണ്ട വാതിലാണ്. പക്ഷെ എനിക്ക് അറിയാൻ പറ്റുകയില്ല ഞാൻ ഏത് വാതിൽ കൂടിയാണ്, ഏത് മരണമാണ് മരിക്കുക എന്നത്. മരണശേഷമുള്ള ജീവിതത്തിൽ ഏത് വീട്ടിലാണ് കടക്കേണ്ടി വരിക? സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇവിടെയാണ് പ്രശ്നം നിൽക്കുന്നത് എന്ന് കവി പാടുന്നു. അദ്ദാറു ദാറു നഈമിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ ഖാലഫ്ത ഫന്നാറു. ഒന്നിരിക്കൽ സ്വർഗം അല്ലെങ്കിൽ നരകം. സ്വർഗം നല്ല അമലാണ് ചെയ്തതെങ്കിൽ, നരകം നല്ല അമലല്ല ചെയ്തതെങ്കിൽ, അപ്പോൾ രണ്ടാലൊന്ന് അവിടെയുള്ളൂ. മാലിൽ ഉനാസി സിവൽ ഫിർദൗസി മൻസിലതൻ ഹുമാ മഹല്ലാനി മാലിൽ മർഇ ഗൈറഹുമാ ഫഖ്തർ ലിനഫ്സിക അയ്യദ്ദാരി തഖ്താറു. ഈ രണ്ട് സ്ഥലമാണ് മരണശേഷമുള്ളത്. അതിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇവിടെ തന്നെ സെലക്ട് ചെയ്തോ. അവിടേക്ക് എത്തിയാൽ സെലക്ട് ചെയ്യാൻ പറ്റൂല. സെലക്ട് ഇവിടെ നടക്കണം. ഇവിടുന്നാണ് തീരുമാനിക്കേണ്ടത്. നീ നരകപ്പുള്ളി ആവണമെങ്കിൽ നരകത്തിലേക്ക് പോകുന്നവർ പോകുന്ന റൂട്ടിൽ ജീവിച്ചോ, സ്വർഗപ്പുള്ളി ആവണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ പോകുന്ന റൂട്ടിൽ ജീവിച്ചോ എന്നേ പറയാനുള്ളൂ എന്ന്. അതുകൊണ്ട് മാലിൽ ഉനാസി സിവൽ ഫിർദൗസി മൻസിലതൻ വഇൻ ഹഫൗ ഹഫവതൻ ഫറബ്ബു ഗഫാറു. യഥാർത്ഥ ബുദ്ധിജീവി ചിന്തിക്കേണ്ടത് നമുക്ക് സ്വർഗമല്ലാതെ പറ്റൂല. അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മാഫ് ചെയ്തു തരും. ആ റബ്ബിനോട് നമുക്ക് കേണപേക്ഷിക്കാം. അതുകൊണ്ട് സ്വർഗത്തിലേക്കല്ലാതെ ജീവിതമില്ല, സ്വർഗത്തിലേക്കല്ലാതെ ഒരുക്കമില്ല, സ്വർഗത്തിന് വേണ്ടിയല്ലാതെ ഞാൻ മരിക്കുകയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തണം സത്യവിശ്വാസി എന്നാണ് കവി പറയുന്നത്. ഇതുപോലെ തന്നെ മദീന ഇമാമ് ഊന്നി പറഞ്ഞു, നിങ്ങൾ മരണമോർത്തതോടുകൂടി ആ സന്ദർഭത്തിൽ ഓരോരുത്തർക്ക് ഓർമ്മ വരൽ മരിക്കേണ്ടി വരും. അപ്പോഴോ ശിക്ഷ ഏൽക്കേണ്ടി വരും. നല്ല മരണമല്ല മരിക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് വേണ്ടി വരും? അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ തൗബ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നന്നായി ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്യുക, അള്ളാഹിലേക്ക് മടങ്ങുക, പശ്ചാത്തപിക്കുക എന്ന ഉപദേശമാണ് ഇമാമ് അതോടൊപ്പം കൂട്ടിച്ചേർത്തത് രണ്ടാമത്തെ ഖുതുബയിൽ. ഈ പരീക്ഷണങ്ങൾ പല ഇനങ്ങളുണ്ട്. ഒന്ന് ശുബ്ഹാത്താണ്, മറ്റൊന്ന് ഷഹവാത്താണ്. ശുബ്ഹാത്ത് അത് യഥാർത്ഥത്തിൽ അപകടം പിടിച്ചതാണ്. ഷഹ്വാത്ത് അപകടം തന്നെയാണ്. ശുബ്ഹാത്താണ് ഏറ്റവും വലിയ അപകടം. കാരണം ശുബ്ഹാത്ത് എവിടേക്ക് കൊണ്ടുപോകും? ശിർക്കിലേക്ക് കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകും? നരകത്തിലേക്ക് കൊണ്ടുപോകും. ശുബ്ഹാത്ത് മനസ്സിലായില്ലേ? ശുബ്ഹാത്ത് നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകും. ശുബ്ഹാത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലിലേക്ക് കൊണ്ടുപോകും. ശുബ്ഹാത്ത് ബുദ്ധിപൂജയിലേക്ക് കൊണ്ടുപോയി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിച്ച തത്വങ്ങളെ നിഷേധിക്കുന്നതിലേക്ക് എത്തും. ബുദ്ധിക്ക് ഗോചരമല്ലല്ലോ ഖബർ സിയാറത്ത്, ഖബറിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ ശിക്ഷയേ ഇല്ല എന്ന് പറയും. അവിടേക്കെത്തും. അപ്പോൾ അപകടത്തിൽപ്പെടും. അങ്ങനെ ശുബ്ഹാത്തുകൾ മഹാ അപകടമാണ്. ആ ശുബ്ഹാത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്ത്. ഖുർആനിൽ വ്യക്തമായ ഹുക്കുമകളുള്ള ആയത്തുകൾ ഇറക്കി. അതോടൊപ്പം എന്തുണ്ട്? മുതശാബിഹാത്തായ വ്യക്തമായതല്ലാത്ത അവ്യക്തമായ ആയത്തുകൾ ഇറങ്ങി. അപ്പോൾ അവ്യക്തമായ ആയത്തുകളുടെ പിന്നിലാണ് കൂടുക ആര്? സൈഖ് ഉദ്ദേശിക്കുന്നവര്, ജനങ്ങളെ വഴിപഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവര്, സ്വന്തം വഴി പഴച്ചവര്. ആയത്തെന്ന് തോന്നില്ലേ? ജിബ്രീലു വസാലിഹുൽ മുഅ്മിനീന വൽ മലായികത്തു ബഅദല്ലാഹി ദാലിക ലഹീർ. ഓ, ആയത്തെന്ന് തോന്നില്ലേ? ജിബ്രീലും സഹായിക്കും, മുസ്ലിങ്ങളും സഹായിക്കും, എല്ലാവർക്കും സഹായിക്കാൻ സാധിക്കും എന്ന തത്വം തോന്നുന്നില്ലേ എന്ന സംശയത്തിന് ഉടലെടുക്കുന്നതായ ശൈലികൾ ഖുർആനിൽ കാണുമ്പോൾ മുഹ്കമാത്തിലേക്ക് അതിനെ മടക്കണമെന്ന് ഖുർആൻ പറയുന്നു. മുഹ്കമാത്ത് എന്താണ്? അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുത്. അള്ളാഹിന്റെ കയ്യിലാണ് നന്മ, അള്ളാഹിന്റെ കയ്യിലാണ് തിന്മ, അള്ളാഹിന്റെ കയ്യിലാണ് രോഗം മാറ്റുക എന്ന കഴിവ്. അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ പാടുള്ളതല്ല എന്ന ആ മുഹക്കമാത്തുകൾ, വ്യക്തമായ അള്ളാഹിന്റെ കൽപ്പനകൾ നൂറുകണക്കിൽ പ്രാവശ്യം മടക്കി മടക്കി പറയപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേക്ക് സംശയങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കുന്നതായ ആ ശുബ്ഹാത്തുകൾ, ആ ആയത്തുകൾ നിങ്ങളോട് ഓതിയിട്ട് ഇതിന് തെളിവില്ലേ, ഇതിന് തെളിവില്ലേ
തെളിവല്ലേ ഇത്? ഇങ്ങനെ ചോദിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച തെറ്റ് വരാൻ പോകുന്നുണ്ടാ? ഈ ആയത്തിന് തെളിവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ആയത്തുകളെ നാം എന്ത് വേണം? മുഹക്കമാത്തിലേക്ക് മടക്കണം. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة. ഫിത്നയെ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അവര് ആ വളഞ്ഞു തിരിഞ്ഞതായ അർത്ഥങ്ങൾ ആയത്തിന് വെച്ചുകൊണ്ട് ജനങ്ങളെ വഴിപഴപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ്. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അതിന്റെ ആയത്തിന്റെ വിശദീകരണം ചിലപ്പോൾ അല്ലാഹുവല്ലാതെ അറിയുകയില്ല. വറാസിഖൂന ഫിൽ ഇൽമിൽ പാണ്ഡിത്യമുള്ളവർക്കും അല്ലാതെ അറിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മുഹക്കമാത്തുകളിലേക്ക് മടക്കുകയും പണ്ഡിതന്മാരിലേക്ക് മടങ്ങുകയും എന്നിട്ട് യഖൂലൂന ആമന്നാ ബിഹി, അല്ലാഹുവിൽ ഞങ്ങൾ കട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരായി മാറി എന്ന് പറയുകയും കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഞങ്ങൾക്ക് തിരിയട്ടെ തിരിയാതിരിക്കട്ടെ ഇതെല്ലാം അല്ലാഹ് ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കുകയും വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുന്നവര് ബുദ്ധിജീവികൾ മാത്രമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ, നിങ്ങൾ ബുദ്ധിജീവികളിൽ പെടണം. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഊഹാപോഹങ്ങൾ പറഞ്ഞിട്ട് ഉസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിർ റുസുലിനാ എന്ന ആയത്ത് ഓതിയിട്ട് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് വരേക്കും പറഞ്ഞ ജനങ്ങളെ നാം കേരളത്തിൽ കണ്ടു. സുബ്ഹാനല്ലാഹ്. പണ്ട് മരിച്ച നബിമാരോട് ചോദിക്കാനല്ലേ അള്ളാഹ് അതിൽ പറഞ്ഞത് എന്ന് അതിനർത്ഥവും വെച്ചു. പക്ഷേ ആയത്തിൽ അള്ളാഹ് പറയുന്നത് തന്നെ വസ്അൽ മൻ അർസൽനാ ഖബലക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ തുഅബദൂൻ. അങ്ങനല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് മുമ്പ് വന്നുപോയ നബിമാരോട് ചോദിക്കൂ എന്നാണ് ആയത്ത് പറയുന്നത്. ആ രണ്ടാമത്തെ ഭാഗം മൂടി വെച്ചിട്ട് കണ്ടില്ലേ, പണ്ട് മരിച്ചു പോയവരോട് ചോദിക്കൂ എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് മരിച്ചവരോട് ചോദിക്കാം. മനസ്സിലായില്ലേ? ആയത്തിൽ തന്നെ പറയുന്നത് മുമ്പുള്ളതായ നബിമാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക മുഹമ്മദേ, എന്ത്? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ, അവരെ ആരാധിക്കാൻ അവരോടൊക്കെ ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാ പറഞ്ഞത്. തോക്കിന്റെ അകത്തേക്ക് വെടിവെക്കാന്ന് പറഞ്ഞതുപോലെ ആ ആയത്തിനെ തന്നെ വളച്ചൊടിച്ചിട്ട് അതാണ് ഇബ്തിഗാഅൽ ഫിത്ന, ഫിത്നയെ ഉദ്ദേശിച്ചുകൊണ്ട് മുതശാബിഹാത്തുകളെ ഇഷ്ടാനുസരണം അർത്ഥം വെക്കുന്നു. ഈ മുതശാബിഹാത്തുകൾ വരുമ്പോൾ വ്യക്തമായ ആയത്തുകളിലേക്ക് മടക്കുക. ആയത്തുകളിൽ നൂറുകണക്കിൽ പ്രാവശ്യം അല്ലാഹ് പറഞ്ഞത് അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. ഇനി നീ പറഞ്ഞതായ തത്വം ശരിയാണെങ്കിൽ ഈ പറഞ്ഞ നൂറുകണക്കിൽ ആയത്ത് എന്ത് ചെയ്യേണ്ടി വരും? വലിച്ചെറിയേണ്ടി വരും. അതിനർത്ഥമില്ലാതെയായി മാറും അല്ലേ? നോക്കൂ നിങ്ങൾ, അത് ഫിത്നയെ ഉദ്ദേശിക്കുന്നവരാണ് കാട്ടുക. അങ്ങനെയുള്ള ഫിത്നയെ ഉദ്ദേശിക്കുന്നവരിൽ നിങ്ങൾ പെടാൻ പാടില്ല. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, അതും അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം തമ്മിൽ ഏറ്റുമുട്ടൂല, പരസ്പര വിരുദ്ധമായി മാറൂല. അല്ലാഹുവിനോട് മാത്രമല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് നൂറുകണക്കിൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കും. ഇതാണ് യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടുകൾ നീക്കട്ടെ, പുതിയതായ തീരുമാനമനുസരിച്ചിട്ട് അവരവരുടെ ഇഖാമകൾക്കുള്ളതായ ചേഞ്ചുകളൊക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നവർ വേണ്ടതുപോലെ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചിട്ട് ചേഞ്ചുകൾ ഉണ്ടാക്കി സ്ഥിരമായി ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതായ വിഭാഗത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്രകാരം നമ്മിൽ നിന്നിട്ട് രോഗമില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ആരോഗ്യം നൽകുമാറാകട്ടെ. വീണ്ടും അവരുടെ ആ ആരോഗ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരണം വരെ പരിപൂർണ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യവിശ്വാസിയായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകളെ അല്ലാഹു നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദ الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي اللهم اجعل تدبيره تدميرا اللهم اجعل تدبيره تدميرا اللهم مزقه كل ممزق اللهم فرق جمعه اللهم فل حده اللهم أقل عدده اللهم لا تبلغهم الآمال اللهم انصر من نصر الدين اللهم اخذل من خذل الدين اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.